അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ നാടെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ രാത്രി ആയതുകൊണ്ട് അതിൽ സ്ഥലമൊന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇത് പിന്നെ രാവിലെ ആയതുകൊണ്ട് എല്ലാം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. ഫുള്ള് പച്ചപ്പാണ്, ഫുള്ള് കൈപ്പാട്, പിന്നെ കണ്ടം, കൃഷി ഇതെല്ലാമാണ് കൂടുതലുള്ള. അപ്പോൾ ആ മരം കണ്ട വെരി ബ്യൂട്ടിഫുൾ. അത് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പഴയങ്ങാടി ടൗണിലേക്കാണ്. ശരിക്കും നമ്മളെ നടുക്കാണ് വരുന്നത്. പഴയങ്ങാടിയും തളിപ്പറമ്പിൻ്റെയും നടുക്ക് ഏഴോം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതാണ് കൈപ്പാട് കേട്ടോ. കൈപ്പാട് കൃഷി, നെൽകൃഷിയെല്ലാം ചെയ്യുന്ന കൈപ്പാടെന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? നല്ല ചതുപ്പ് പോലുള്ള സ്ഥലം. പണ്ട് നമ്മൾ നെല്ലെല്ലാം നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ കൃഷിയൊന്നും വീട്ടിൽ നിന്ന് ചെയ്യുന്നില്ല. അന്നേരം രാവിലെ എണീക്കുമ്പോൾ പിന്നെ എന്താ പറയുക, അച്ഛനും അച്ഛനൊന്നും വീട്ടിലുണ്ടാവില്ല. അവരെല്ലാം കൊത്താൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകും. കൊത്തുകയെന്ന് വെച്ചാൽ കൈപ്പാട് കളച്ചിടാൻ വേണ്ടിയിട്ട്, വിത്തെല്ലാം വേണ്ടിയിട്ടെല്ലാം അങ്ങനെ. എൻ്റെ ചെറുപ്പത്തിലെല്ലാം എനിക്കൊരു ഹോബിയായിരുന്നു. രാവിലെ എണീച്ച പാടി ഇങ്ങനെ ഏച്ചിമാരും പിന്നെ ഞാനെല്ലാം കൂടിയിട്ട് പിന്നെ നമ്മൾ രാവിലെ അവർക്ക് കുളുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. കുളുത്ത് എന്ന് പറഞ്ഞാൽ തലേന്നത്തെ ചോറ് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് രാവിലെ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. നല്ല രസം. നമ്മൾ ദൂരെ, ഭയങ്കര ദൂരെ, എത്രയോ ഏക്കർ കണക്കിനുള്ള കൈപ്പാടാണ് ഇത്. അപ്പം നമ്മൾ അങ്ങ് നിന്നിട്ട് കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് ഭാഗത്താണ് ഇവരുള്ളതെന്ന് നമുക്ക് തിരിയൂല. അപ്പം നമ്മൾ ഇങ്ങനെ വിളിക്കും, ഒച്ചത്തിൽ വിളിച്ചിട്ടാകുമ്പോൾ അപ്പോൾ അവർ കൈ പൊന്തിക്കും. അങ്ങനെ ആ സ്പോട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുക ചെയ്യൽ. പിന്നെ കൊത്താൻ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവർ ചിലപ്പോൾ ഞണ്ടിനെ കിട്ടും. അങ്ങനെ കൈപ്പാട്ടിൽ ഞണ്ട്, ചെമ്മീൻ അങ്ങനെയെല്ലാം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ആസ്വദിക്കാൻ പറ്റിയതാണ് എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഒരു അസറ്റായിട്ട് കാണുന്നത്. ഇപ്പോൾ ഉള്ള കുട്ടികളാണെങ്കിലും പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അതെല്ലാം ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ വളവില്ലേ, ഇതിനെല്ലാം വലിയ കഥയിലുണ്ട്. അതായത് എൻ്റെ അമ്മ ഈ വരാൻ പോകുന്ന ലെഫ്റ്റ് സൈഡിനുള്ള ബിൽഡിങ്ങാണ് എൻ്റെ അംഗനവാടി. അത് കാണുമ്പോൾ എനിക്ക് ഇപ്പം കയ്യും കാലും പറക്കും. എന്താണെന്നറിയില്ല, പണ്ട് അമ്മ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്ന ഒരു ഓർമ്മയാണ് എനിക്ക്. എന്നെ ഇവിടെ അംഗനവാടിയിലാക്കിയിട്ട് എൻ്റെ അമ്മ ആ വളവ് നിന്ന് അങ്ങോട്ടേക്ക് മറയുന്ന വരെ ഞാനിവിടെ നോക്കി കരയുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും കരയും, ഞാനും കരയും. ഈ അംഗനവാടീൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയാണത്. എനിക്ക് ഇപ്പോൾ ഒരു പേടിയാണ് അതിൻ്റെ മുന്നിലെത്തുമ്പോൾ, എന്തോ ഒരു ടെൻഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ കണ്ടൽ, ഇതെല്ലാം വന്ന് കണ്ടൽ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ വേറെ എന്തെല്ലോ ചെടികളുണ്ട്. പിന്നെ കണ്ടൽക്കാട് എന്ന് പറഞ്ഞാൽ പിന്നെ മണ്ണൊലിപ്പെല്ലാം തടയാൻ വേണ്ടിയിട്ട്, മണ്ണിലേക്ക് വെള്ളമെല്ലാം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കുന്ന കണ്ടൽ ചെടികളാണ് ഇതെല്ലാം. പിന്നെ കണ്ടോ നല്ല രസമില്ലേ, പുഴയുണ്ട്, കൈപ്പാടുണ്ട്, ഒന്നും പറയണ്ട. എനിക്കിതെല്ലാം പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് എൻ്റെ നാട് കാണുമ്പോൾ. ആ പാറ ഉണ്ടോ, ആ പാറയിലാണ് മുരുവിറച്ചിയില്ലേ, കേട്ടിട്ടുണ്ട് ആരെങ്കിലും? എല്ലാവരും നാട്ടിലും എന്താ പറയുക എനിക്കറിയില്ല. പിന്നെ ആ പാറപ്പുറത്താണ് ജീവനുള്ള മുരുവല്ലുള്ളത്. പിന്നെ ഇതാണ്, അപ്പം ഞാൻ പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കല്ലയൻ പൊക്കുടൻ സാറിൻ്റെ വീടും പിന്നെ കണ്ടൽ ചെടികളുടെ ഒരു മ്യൂസിയം അങ്ങനെ എന്തോ ഒന്നിപ്പോൾ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്, പിന്നെ സാറും ഭാര്യയും അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഴയങ്ങാടിയിലേക്ക് പോകുമ്പം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. പുഴേൻ്റെ സൈഡിനെ കൂടിയും കൈപ്പാടിൻ്റെ സൈഡിനെ കൂടിയെല്ലാം പോകുമ്പോൾ ശ്യാമേട്ടനെല്ലാം ആദ്യമെല്ലാം പറയലുണ്ടായിരുന്നു ഭയങ്കര സ്മെല്ലാണ്, ഐ മീൻ ഒരു ബാഡ് സ്മെല്ലാണെന്ന് പറയും ചളീൻ്റെ. പക്ഷേ എനിക്കതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഒന്നാമത് ഞാൻ അവിടെ തന്നെ ജനിച്ച് വളർന്നുകൊണ്ടാണെന്നറിയില്ല, എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പഴയങ്ങാടി മാർക്കറ്റ് റോഡിലെത്തിയിട്ടുണ്ട്, ടൗണിന് തൊട്ട് മുന്നേ. അങ്ങനെ നമ്മൾ അവിടുത്തെ പച്ചക്കറി പിടിയിൽ നിന്ന് കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങി. അമ്മ ആദ്യം വരാൻ കൂട്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല, അതായത് അമ്മ വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ വാവേനെ ഞാൻ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് ആദ്യം വിചാരിച്ചു, പക്ഷേ അവൾ ഭയങ്കര കരച്ചിൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ അമ്മേനെയും കൂട്ടി വാവേനെയും കൂട്ടിയിട്ട് ഇങ്ങ് വന്നു. അങ്ങനെ പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടു, ടൗണിലേക്ക് വിട്ടു. അങ്ങനെ ഞാൻ നേരത്തെ എൻ്റെ അംഗനവാടിയും കാണിച്ചു തന്നിട്ടില്ലേ, ഇതെൻ്റെ അംഗനവാടി ടീച്ചറാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. ടീച്ചർ അവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം വാവേനെ കാണണമെന്ന് ടീച്ചർ അന്നേ അമ്മേനോട് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ടീച്ചറെ വിളിച്ചിട്ട് വാവേനെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീൻ മുറിക്കുന്ന കത്രികയും പിന്നെ കുറച്ച് നല്ല കത്തിയെല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള കത്തീനെ കൊണ്ടൊന്നും മുറിച്ചിട്ട് ഒരു മൂർച്ചം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല കത്തിയും കത്രികയെല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പഴയങ്ങാടി ടൗണിലേക്ക് വന്നു. അങ്ങനെ അതെല്ലാം കുറച്ച് സാധനങ്ങളെല്ലാം അവിടെ നോക്കി വാങ്ങി. ഈ ചൈന കൗണ്ടർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് കേട്ടോ. കത്രികയെല്ലാം ഇവിടെ എന്തെല്ലോ ഉണ്ട്. പിന്നെ എനിക്കിതെല്ലാം കണ്ടാൽ പിന്നെ എന്തെല്ലോ വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും നോക്കിയിട്ടില്ല. നോക്കിയാൽ പിന്നെ എനിക്കെല്ലാം വേണ്ടി വരും. കത്രികയാണോ എടുത്തതെന്ന് എനിക്കറിയില്ല, ഏതോ ഒരു കത്രിക എടുത്തിനി.
അവിടെ നിന്ന് പിന്നെ അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അച്ഛനൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു. അച്ഛൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അച്ഛനൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയി. പഴയങ്ങാടി തന്നെ ടൗണിലേക്ക് കയറുമ്പോഴുള്ള സൂര്യ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ പോയത്. അധികം നമ്മൾ ഇവിടെ തന്നെയാണ് പഴയങ്ങാടിയിൽ നിന്ന് ചെരുപ്പ് വാങ്ങാൻ വന്നാൽ പോക്ക്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, നല്ല പെരുമാറ്റമാണ് അടിയിലെ. പിന്നെ കൗണ്ടറിലുള്ള അതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു. ആ ഏട്ടൻ്റെ സ്വഭാവമെല്ലാം ഭയങ്കര നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ചെരുപ്പാണ് വാങ്ങിയത് അച്ഛന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അമ്മക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്മക്ക് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് അമ്മ എന്തെല്ലോ പറയുന്നതെന്ന്, എന്നെ തെറി വിളിക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ എനിക്ക് ഈ സ്ഥലം കാണുമ്പോഴേ ആമസോൺ കാർഡെല്ലാം ഓർമ്മ വരും. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇതിന് മുന്നേ ആമസോൺ കാർഡ് കണ്ട് പരിചയം പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാണെന്നറിയില്ല, എപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ആമസോൺ കാർഡിൻ്റെ ഉള്ളിൽ അനാക്കോണ്ട കിടക്കുന്നതല്ലോ എന്ന് ഓർമ്മ വരിക. ഞാൻ എപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് പറയലുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ സാധനം ഇറക്കിയ പാട് തിരിച്ച് നമ്മൾ ശ്യാമേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോവും ഇന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു തിരിച്ച് പഴയങ്ങാടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ പച്ചപ്പെല്ലാം ഒന്നും ആടെയൊന്നും കിട്ടൂല. എനിക്ക് ഈ കൈപ്പാടും പുഴയും ഇങ്ങനെ കണ്ടൽക്കാടും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ അങ്ങോട്ടോളം കുറേ എണ്ണം ഉണ്ട് കേട്ടോ. വൈകുന്നേരം എല്ലാം വന്നിട്ട് വെയിലൊന്നും കൊള്ളാണ്ട് ഇരുന്നിട്ട് പ്രകൃതിയെല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റും. ഇവിടെയെല്ലാം കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടാവും. അത് ഇനിയിപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു വെയിലെല്ലാം ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു മീൻ പിടിക്കാനൊന്നും. പഴയങ്ങാടി ടു ഏഴോം നമ്മൾ ഷോർട്ട് കട്ട് പോകുമ്പോൾ പിന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ട്. അതായത് ഇവിടെ കുറച്ച് വിജനമായ സ്ഥലമാണ് കേട്ടോ. ഇതിലെ കൂടെ നടന്ന് പോകുമ്പോൾ നായിനെല്ലാം സൂക്ഷിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പേടിയാവും നമുക്ക് ഇതിലെ കൂടെ. പണ്ട് കുറച്ച് നാൾ റോഡ് പണി നടക്കുമ്പോൾ ഏഴോം ടു പഴയങ്ങാടി ടു തളിപ്രഭ ബസ് ഓടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവഴി നടന്നിട്ടായിരുന്നു പോക്കുണ്ടായ വീട്ടിലേക്ക്. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ധൈര്യം ഉണ്ടായതോട്ട് പോയതായില്ലേ, ഞാൻ അങ്ങനെ പോകുന്നില്ല. പിന്നെ ഇത് കണ്ട ഈ സ്പോട്ട് ഇത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വരുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കളവുണ്ട്. ഇവിടെ നിന്ന് നെല്ലെല്ലാം കൊയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൂട്ടിയിട്ടിട്ടാണ് തല്ലിയിട്ട് വേർതിരിച്ചെടുക്കുക. പുല്ലും നെല്ലും വേർതിരിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ വീട്ടിൽ അമ്മേനെ ഇറക്കി, പിന്നെ സാധനമെല്ലാം ഇറക്കി കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ അഞ്ജുവിൻ്റെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ വാവ അപ്പത്തേനും കുപ്പായെല്ലാം ഊരി ചാടീനായിരുന്നു. ഓക്ക് ചൂട് എന്ന് പറയുന്ന സംഭവം സഹിക്കൂല. അപ്പോൾ അഞ്ജുവിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് നേരം നമ്മളവിടെ കിടന്നുറങ്ങുമെല്ലാം ചെയ്തിട്ടാണ് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ഹോസ്റ്റലല്ല, ഇത് ഓള് പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്പോട്ട് നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.